तेरे मेरे बीच में कैसा है ये बंधन अनजाना, कैसा है ये बंधन अनजाना। मैंने नहीं जाना, तूने नहीं जाना, मैंने नहीं जाना, तूने नहीं जाना। तेरे मेरे बीच में कैसा है ये बंधन अनजाना। डोर खींचे दूजा दौड़ा चला आए, एक डोर खींचे दूजा दौड़ा चला आए। कच्चे दरोगे में बंदा चला आए, ऐसे जैसे कोई ओ ऐसे जैसे कोई दीवाना, ऐसे जैसे कोई दीवाना। मैंने नहीं जाना, तूने नहीं जाना। तेरे मेरे बीच में कैसा है ये बंधन अनजाना। नींद न आए मुझे, चैन न आए, नींद न आए मुझे, चैन न आए। लाख जतन करूं रोका न जाए, सपनों में तेरा ओ सपनों में तेरा आना जाना, सपनों में तेरा आना जाना। मैंने नहीं जाना, तूने नहीं जाना। तेरे मेरे बीच में कैसा है ये बंधन अनजाना, कैसा है ये बंधन अनजाना। അനിൽ ജോഹാൻ കരാോക്കെ. ഗുഡ് ഈവനിങ്, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മൻസൂറാണ് അല്ലേ? മൻസൂർ എന്നല്ലേ? മൻസൂർ. ഈ ഇതിൽ സംസാരിച്ചാൽ കേട്ടോ. മൻസൂറാണ്. അപ്പം നാട്ടിലെവിടെയാണ്? നാട്ടിലെ തൃശ്ശൂർ കുന്നംകുളം. തൃശ്ശൂർ കുന്നംകുളം. ഇവിടെ എത്ര വർഷമായി? ഇവിടെ 1.5 വർഷം. 1.5 വർഷമായുള്ളൂ. ഇഷ്ടമായോ? ദുബായൊക്കെ ഇഷ്ടമായോ? UAE ഇഷ്ടമായോ? ഇഷ്ടമായി അല്ലേ? തൃശ്ശൂരാണല്ലേ? ഞാൻ പറയായിരുന്നു ഇവിടെ വരുന്ന മിക്കവാറും എല്ലാവരും തൃശ്ശൂർക്കാരാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കേണ്ട, ഇപ്പോൾ തൃശ്ശൂരാണോ എന്നൊരു ആൻസർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് എന്നെ ചോദിക്കുന്നത് കേട്ടോ. തൃശ്ശൂരിലുള്ള എല്ലാവരും കലാകാരന്മാരാണ്, എല്ലാവരും നല്ല മനസ്സുള്ളവരാണ്. എന്താണെങ്കിലും പാട്ട് അതിഗംഭീരമായി, ഇത് രസമായിട്ടാണ് പാടുന്നത്. നല്ല ഫീല്, മനസ്സിലേക്ക് ഇങ്ങനെ ഉൾക്കൊണ്ട് പാടുക എന്നൊക്കെ പറയത്തില്ലേ? ശരിക്കും നമ്മൾ പാട്ടിനെ അറിഞ്ഞ് അതിനെ സ്നേഹിച്ച് പാടുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ നന്നായിട്ട് പാടി. വെറും വാക്കല്ല, ഞാൻ വെറും വാക്ക് ഇവിടെ നിന്നുകൊണ്ട് പറയാറില്ല
കേട്ടോ. അപ്പോൾ എല്ലാവരും മനസ്സിൻ്റെ പാട്ട് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് നന്നായിട്ട് പാടി. നല്ലൊരു വോയിസ് ആണെന്നറിയോ? ഭയങ്കര രസമുണ്ട്. നല്ല ത്രോയുള്ള വോയിസ്, നല്ല ഫീലുള്ള വോയിസ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരും മനസ്സിനെ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുക. 0588041310 0502398014 വിളിക്കുക. ഇനി നമുക്ക് പണി കൊടുക്കണ്ടേ? അപ്പോൾ എല്ലാവരും വിളിക്കുക, ഫോൺ എടുക്കുക, വിളിക്കുക. ഒരു പണി പാഴ്സലായിട്ട് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത സോങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? പാട്ട് കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ. ഓക്കെ. ഇവിടെ വന്നിരുന്നിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇപ്പോൾ ഒരു പാട്ട് കഴിഞ്ഞതേ ഉള്ളൂ എങ്കിലും നമുക്കിവിടെ വന്നപ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേജ് എനിക്ക് കിട്ടുന്നത്. വളരെ അഭിമാനം തോന്നി. എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ ഇടയ്ക്ക് വെച്ച് ഭീഷണിപ്പെടുത്തി. ഞാൻ പറയട്ടാ, എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ചില്ലേ എന്നോട്? ഞാനെടുത്ത് ആഡ് ചെയ്തപ്പോൾ എന്നോട് ഇത് എവിടെ നിന്ന് കിട്ടി എന്റെ നമ്പർ, ആര് തന്നു, എന്തിനു തന്നു എന്നൊക്കെ ചോദിച്ചില്ലേ? എല്ലാവരും അറിയട്ടെ. ഞാൻ പറഞ്ഞു അയ്യോ പാവോ എനിക്ക് കിട്ടി, ഞാനൊന്ന് ആഡ് ചെയ്ത് പോയേ. ഓക്കെ. NTV എന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമായതോ? സന്തോഷമായല്ലേ? ഓക്കെ. ഇതിന് മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഒരു തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറിന് മുന്നേ വെച്ചായിരുന്നു വിളിച്ചത്. ആ മൻസൂറാണോ എന്ന് എനിക്കറിയില്ല. ബർദുബായിലല്ലേ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ അതേ മൻസൂറിന് തന്നെ ഞാൻ വിളിച്ചത്. അന്ന് തിരക്കായതുകൊണ്ട് പെട്ടെന്ന് വെച്ചു ഫോൺ. അതെ. അടുത്ത സോങ്ങിലേക്ക് പോയാലോ? ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, ഭീഷണിപ്പെടുത്തുന്നതൊക്കെ വെറുതെ പറഞ്ഞാണ്. നമുക്ക് എപ്പോഴും സിംഗേഴ്സ് നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടവരാണ്. അവർ എത്ര സിംഗേഴ്സ് നമുക്ക് വന്നാലും നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും NTV കേട്ടോ. നമ്മളങ്ങനെയാണ്. NTV എല്ലാ സിംഗേഴ്സിനെയും പ്രോത്സാഹിപ്പിക്കും, എല്ലാ കലാകാരന്മാരെയും നമ്മൾ NTV പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. അടുത്ത സോങ്ങിലേക്ക് പോകാം. ഏതാണ്? താരാപദം. അത് എനിക്കിട്ട് തന്നെ പണിയാണ്. ഓക്കെ, ഞാനങ്ങ് എടുത്തോട്ടെ. ഓക്കെ, പോകാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. സുഖദമീ നാളിൽ പ്രണയശലഭങ്ങൾ അണയുമോ രാഗദൂതുമായി. സുഖദമീ നാളിൽ പ്രണയശലഭങ്ങൾ അണയുമോ രാഗദൂതുമായി. വർണ്ണദീപശോഭയിൽ എന്നെ ഓർമ്മ പുൽകവേ, മണ്ണിലാകെ നിന്റെ മന്ദഹാസം മാത്രം കണ്ടു ഞാൻ. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ.
കന്യകേ വിണ്ണിലാകെ നിന്റെ നെഞ്ചു പാടും ഗാനം കേട്ടു ഞാൻ. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. മനോഹരമായിട്ട് പാടി കേട്ടോ. അനശ്വരം എന്ന സിനിമ, രാജാസാറിൻ്റെ മ്യൂസിക്, PK ഗോപി സാറിൻ്റെ ലിറിക്സ്, SP ബാലസുബ്രഹ്മണ്യം സാറും ചിത്രചേച്ചിയും പാടി മനോഹര പാട്ട്. നന്നായിട്ട് പാടി കേട്ടോ. എന്തൊരു വോയിസ് ആണ്, ഭയങ്കര റൊമാൻറ്റിക് ടച്ചാണ് ആ വോയിസിന് കേട്ടോ. ഇതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആര് പറയാനാന്ന് ചോദിച്ചാൽ ആര് പറയാ. പക്ഷേ നല്ല ഫീലുണ്ട്, നന്നായിട്ട് പാടി. തൃശ്ശൂരിൽ ഇവിടെ മാരീഡ് ആണോ? മാരീഡല്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻഗേജ്മെന്റ് കഴിഞ്ഞു. എവിടെയാണ് പുള്ളിക്കാരി? പുള്ളിക്കാരി നാട്ടിൽ തന്നെയാണ്. നാട്ടിൽ തന്നെയാണ്, മനസ്സിലായി. അല്ല, നാട്ടിൽ എവിടെയാണെന്ന് ചോദിച്ചത്. നാട്ടിൽ തൊട്ടടുത്ത വീട് തന്നെ. തൊട്ടടുത്ത വീട് തന്നെയാണ്. ആ, ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഓക്കെ, അപ്പം എന്താണ് പേര്? പേര് ജസ്ന. ജസ്ന. അപ്പോൾ ജസ്നയ്ക്ക് വേണ്ടി ഇത് ഞങ്ങൾ രണ്ടുപേരും ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ജസ്നയോട് വിളിക്കുമ്പോൾ പറയുക ഈ പാട്ട് ജസ്നയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത സോങ്ങിലേക്ക് പോയാലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ്? എനിക്ക് ഏറ്റവും ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഒരു ഏറ്റവും കൂടുതൽ പാടാൻ ആഗ്രഹിക്കുന്ന ആരുടെ പാട്ടുകൾ എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് സോങ്സ്, ആരാണ്, ഏത് ഗായകൻ്റെ പാട്ടുകളാണ്? ഗായകരെന്ന് വെച്ചാൽ എല്ലാവരും മിക്കവരും എല്ലാവരും പാടാറുണ്ട്. എല്ലാവരും പാട്ട് പാടാറുണ്ട്. പക്ഷേ നിൽക്കുന്ന അപ്സരുണ്ടല്ലോ, ഞാൻ ചെറുപ്പം തൊട്ടേ അപ്സറിൻ്റെ ആൽബം സോങ്സ് പാടിയിട്ടൊക്കെയാണ് ചെറുപ്പത്തിൽ പാടിയിട്ടൊക്കെ നടന്നിരുന്നു. ഇപ്പോഴും പാടുന്നുണ്ടാണ്, അത് കണ്ടിട്ടാണോ? ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ മാപ്പിളപ്പാട്ട് അതേമാതിരി ആൽബം എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്സരയുടെ. അതാ ഞാൻ ചോദിച്ചത്. നമ്മൾ ഒരു പ്രായത്തിൽ നമ്മളിങ്ങനെ സ്റ്റേജിലൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പാടുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് പാടിയാൽ കൊള്ളാവല്ലോ എന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണോ അഫ്സലിന്റെ പാട്ട് ഇഷ്ടമാണെന്ന് ഞാൻ ചോദിച്ചത്. അങ്ങനെയുണ്ടല്ല, നല്ല റൊമാൻറ്റിക് ആണ് പാട്ടുകളൊക്കെ കേൾക്കാൻ, ആൽബം സോങ്സും ഇതൊക്കെ. ഇന്ന് ഒരു പാട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏത് പാട്ട്? നമുക്ക് അതിലേക്ക് പോയാലോ? അത് പാടിയാലോ? പാടാം. ശരി. റംസാനിലേക്ക് എന്താണ്? ലേഖയായി നീങ്ങുന്ന ചന്ദ്രിക. റംസാനിൽ ലേഖയായി നീങ്ങുന്ന ചന്ദ്രിക, അതായത് റംസാൻ മാസത്തിൽ ായി നീങ്ങുന്ന ചന്ദ്രികേ എങ്ങാനും കണ്ടു എന്നോ മലാളി നീ കൽബിൻ്റെ തേങ്ങൽ ഇടറുന്ന രാവിൽ അവളെൻ്റെ മോഹം അറിയാതെ പോയു. റംസാനിലേഖയായി നീങ്ങുന്ന ചന്ദ്രികേ എങ്ങാനും കണ്ടു എന്നോ മലാളി നീ.
സഖി പഞ്ചാരപ്പൂ ചുണ്ടിൽ കിന്നാരത്തേൻ വാക്കും കേൾക്കാൻ കൊതിച്ചു സഖി സന്തോഷമില്ല പൊന്നേ മിഴിനീരു പെയ്തിടുന്നേ ഈ രാവിൽ മൂകനായി ഞാൻ വിതുമ്പുന്നേ ഉള്ളത്തിലോ മലാളിൻ ഉറുമാറു വീണിടുമ്പോൾ കരയുന്നൊരെന്നെ വിട്ട് നീയകന്നുവോ നീയകന്നുവോ റംസാനിലേകയായി നീങ്ങുന്ന ചന്ദ്രികേ എങ്ങാനും കണ്ടു എന്നോ മലാളെ നീ നിക്കാഹിൻ കൈ കൊട്ടും സൽക്കാരത്തേൻ പാട്ടും നെഞ്ചിൽ നിറഞ്ഞു സഖി കണ്ണാലെ നീ കാട്ടും ഓമൽക്കിനാ കൂത്തും കാണേ മറഞ്ഞു സഖി എങ്ങോ മറഞ്ഞ നിന്നെ തിരയുന്നു വെൺപിറാവേ ഈശലിൻ്റെ നൊമ്പരങ്ങൾ നീ അറിഞ്ഞില്ലേ മെല്ലേക്കിനാവിലേതോ കൊലുസിന്നുണർന്നിടുമ്പോൾ തിരയുന്നൊരെന്നെ വിട്ട് നീയറഞ്ഞുവോ നീ മറഞ്ഞുവോ റംസാനിലേകയായി നീങ്ങുന്ന ചന്ദ്രികേ എങ്ങാനും കണ്ടു എന്നോ മലാളെ നീ കൽവിൻ്റെ തേങ്ങൾ ഇടറുന്ന രാവിൽ അവളെൻ്റെ മോഹം അറിയാതെ പോയോ റംസാനിലേകയായി നീങ്ങുന്ന ചന്ദ്രികേ എങ്ങാനും കണ്ടു എന്നോ മലാളെ നീ ഭയങ്കര ഫീലാണ് കേട്ടോ. ഭയങ്കര നമ്മൾ പറയത്തില്ലേ ഒരു ടേസ്റ്റിന് വേണ്ടി അതുകൂടെ ചേർക്കണമെന്നൊക്കെ പറയത്തില്ലേ, പക്ഷേ ഉപ്പ് ചേർക്കണമെന്നൊക്കെ പറയത്തില്ലേ ഒരു അഡീഷണൽ ആയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് മൺസൂണിൻ്റെ വോയിസിൽ അത് ആ ഫീലെല്ലാം ഇങ്ങനെ പാകത്തിനുണ്ട്, അറിയാണ്ട് വരുന്നതാണ് ശരിക്കും. ആ ഒരു തേങ്ങലെന്നൊക്കെ പാടുമ്പോണ്ടല്ലോ, ആ തേങ്ങൽ അതിനകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ. സീരിയസ്ലി നല്ല ഹൈറ്റ്സിലേക്ക് എത്തട്ടെ. നല്ല ഫീലുണ്ട്. എങ്ങനെയാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രാക്ടീസ് ഞാൻ ചെറുപ്പം തൊട്ടേ കോൾ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാം. ഹലോ, നമസ്കാരം. ബൈജൂസ് ലേണിംഗ് ആപ്സ് ഗുഡ് ഈവനിംഗ് യുയിലേക്ക് സ്വാഗതം. നമസ്കാരം. 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 ഞാൻ മനീഷാണ്, അബുദാബി. മനീഷ്, ഞാൻ ഇന്നലെ ആരോ വിളിച്ചപ്പം മണി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മനീഷ് ആണോ എന്ന് ചോദിച്ചു. അബുദാബി എന്നായിരുന്നു കോള്. എന്തുണ്ട് വിശേഷം? ഇന്ന് ഓഫീസൊന്നും ഇല്ലല്ലോ, എന്നിട്ട് റിലാക്സ് ചെയ്തിരിക്കുകയാണോ? നമ്മളുടെ കൂടെ ഉള്ളത് മൻസൂർ ആണ്, സംസാരിച്ചോളൂ. ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുന്നു. മൻസൂർ ഭായ്, എന്തൊക്കെയുണ്ട് വിശേഷം?
നമസ്കാരം പറഞ്ഞതാ. നമസ്കാരം. നമസ്കാരം. കുറച്ച് നെർവസ് ആയി കേട്ടോ. ഫസ്റ്റ് കോൾ വന്ന് സംസാരിച്ചപ്പോഴേ കുറച്ച് നെർവസ് ആയി അല്ലേ മനീഷേ? മനീഷ് വെറും പാവല്ലേ മനീഷേ? പിള്ളേരെ പഠിപ്പിക്കരുത് കേട്ടോ. ഓക്കെ, സംസാരിച്ചോ. എന്താണ് വിശേഷങ്ങൾ? താങ്ക് യു. എവിടെയാണ്? നാട്ടിലെവിടെയാണ്? ഞാൻ ഇടുക്കിയാണ്, തൊടുപുഴ. ഇടുക്കി. അന്ന് നമ്മൾ സംസാരിച്ചായിരുന്നു തൊടുപുഴ. അതെ. പണി കൊടുക്കണോ മനീഷേ? പാവമാണോ? പണി കൊടുക്കണോ? കൊടുത്തോ, കുഴപ്പമില്ല. പാടിത്തരാം. അറിയാവുന്നതാണെങ്കിൽ പാടിത്തരാം. കൈ തൊടുന്നു കേട്ടോ. അയ്യോ വേണ്ടായത്. എന്നാലും അതെ 4 വരി. മനീഷ ഹോൾഡ് ചെയ്യണോ അതോ? കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എൻ്റെ പുള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. ശരിക്കും പറഞ്ഞാൽ അത് മൊത്തം കേൾക്കാൻ തോന്നുന്നല്ലേ മനീഷേ? താങ്ക് യു മനീഷേ. എല്ലാവരോടും അന്വേഷണം പറയൂ, ഫ്രണ്ട്സിനോടും എല്ലാവരോടും അന്വേഷണം പറയൂട്ടോ. ഇനി വിളിക്കാം. താങ്ക് യു സോ മച്ച്. മനസ്സൊന്നും മതി. എന്താ സന്തോഷം ഫസ്റ്റ് കോൾ വന്നപ്പോൾ. കണ്ടില്ല, ഇതാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ഗസ്റ്റിന്റെ ഒരു പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് കോൾ വന്നപ്പോഴത്തേക്ക് ഒന്ന് ചേർപ്പായി അല്ലേ? ശരിക്കും കള്ളം പറയരുത്. അതെ. അപ്പൊ പറഞ്ഞേ, എന്നെ എല്ലാവരും വിളിക്കാൻ പറഞ്ഞേ. എല്ലാവരും വിളിക്കേ. അതെ. അടുത്ത സോങ്ങിലേക്ക് പോവാം. ഏതാണ്? ഒരു സെമി ക്ലാസിക്കൽ പാടാം. പ്രമദവനം. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി.
ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ. കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകിയ ഞാൻ. ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകിയ ഞാൻ. കുലമധുരിമ തഴുകിയ മുരളിയിലൊരു യുഗസംക്രമ ഗീതയുണർത്തുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാനം പോലെ ശുഭസായാനം പോലെ എളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. നന്നായിട്ട് പാടിട്ടോ. ഇത് എത്ര ദിവസം എടുത്തു പഠിക്കാൻ? ഇത്രയും പാടിയിട്ടും വെള്ളം തന്നില്ലെങ്കിലേ ത്രോട്ട് ഡ്രൈ ആവുമെന്ന് മനസ്സിലായി. അപ്പോൾ വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്കാർക്കെങ്കിലും ഗുഡ് ഈവനിങ് യുയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ 2 ഓഡിയോ ക്ലിപ്പ്, ഒന്ന് വിത്ത് കരോക്കെ, വിത്തൗട്ട് കരോക്കെ പാടി അയയ്ക്കുക. അല്ലെങ്കിൽ എൻ്റെ നമ്പർ ചോദിച്ചാൽ മതി, ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. പാടാൻ കഴിവുള്ള എല്ലാവർക്കും ഇവിടെ വന്ന് പാടാവുന്നതാണ്. NTV അതിന് ചാൻസ് ഒരുക്കുന്നതാണ്. അപ്പോൾ മറക്കണ്ട, താഴെ കാണുന്ന 0588041310 നിങ്ങളുടെ ഓഡിയോ ക്ലിപ്പ് എത്രയും പെട്ടെന്ന് സെൻഡ് ചെയ്യുക, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ അടക്കം. അടുത്ത സോങ്ങിലേക്ക് പോയാലോ? ഏത് പാട്ടാണ്? ഗ്യാപ്പ് വേണോ? ഒരു ഗ്യാപ്പ്. അപ്പോൾ സംസാരിക്കണം. വേണ്ട, ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് തരാം. അപ്പോൾ പതിവ് പോലെ ഞാൻ ഭീമ ജ്വല്ലറിയുടെ കാര്യം പറയുകയാണ്. വൈകുന്നേരം 7 മണിക്കും 10 മണിക്കും ഇടയിൽ ഭീമ ജ്വല്ലറിയുടെ QR കോഡ് സ്ക്രീനിൽ തെളിയുന്നതാണ്. എല്ലാവരും മൊബൈൽ എടുക്കുക, സ്കാൻ ചെയ്യുക, നേരെ വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ വിർച്വലായിട്ട് നിങ്ങൾക്ക് ഗോൾഡ് ആഭരണങ്ങൾ എടുത്തണിഞ്ഞിട്ട് നേരെ സ്ക്രീൻഷോട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, നേരെ NTVയുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങളായിരിക്കും ഭാഗ്യശാലി. 250 ദിർഹത്തിൻ്റെ ഗോൾഡ് വൗച്ചർ നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. അപ്പോൾ അത് മാത്രം പോരാ, അവിടെ ചെന്ന് സാധനം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അവിടെ പോയി സാധനം വയ്ക്കും. ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ വില കുറഞ്ഞില്ലേ, അപ്പോൾ എല്ലാവരും പോയി വാങ്ങിക്കുക. അപ്പോൾ മറക്കണ്ട, QR കോഡ് സ്കാൻ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഇഷ്ടമുള്ള ആഭരണങ്ങളൊക്കെ എടുത്തണിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് കാണാം നമ്മൾക്ക് ഏത് ആഭരണമാണോ ഇണങ്ങുന്നത് അതിനനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത സോങ്ങിലേക്ക് പോവുകയാണ്. ഹിന്ദി. തമിഴ് പാടാറുണ്ടോ? തമിഴ് പാടാറുണ്ട്. ഇന്ന് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം ഇന്ന് തമിഴിലേക്ക് പോയാൽ നിലാവേവ പോകാം. ഓ, ഒരു ബോട്ടിൽ വെള്ളം കുടിച്ച 3/4 ഭാഗവും വെള്ളം കുടിച്ചു.
വാ എന്നാലും മുൻ പൊൻവാനം நான் என்னை நீதான் பிரிந்தாலும் நினைவாலே அழைப்பேன் நிலாவே வா செல்லாதே வா. காவேரியாய் காணல் நீரா பெண்ணை என்னை உண்மை முள்வேலியாய் முல்லை பூவா சொல்லு கொஞ்சம் இல்லை அம்மாடியோ நீதான் இன்னும் சிறு பிள்ளை தாங்காதம்மா நெஞ்சம் நீயும் சொன்ன சொல்லை பூந்தேனே நீதானே சொல்லி வைத்தாய் முல்லை நிலாவே வா செல்லாதே வா. பூஞ்சோலையில் வாடை காட்டும் வாட சொந்தம் பாட கூடாதென்று கூறும் பூவும் ஏது மண்ணின் மீது ஒரே ஒரு பார்வை தந்தால் என்ன தேனே ஒரே ஒரு வார்த்தை சொன்னால் என்ன மானை ஆகாயம் ஆகாத மேகம் ஏது கண்ணே நிலாவே வா செல்லாதே வா என்னாலும் முன் பொன்வானம் நான் என்னை நீதான் பிரிந்தாலும் நினைவாலே அழைப்பேன் நிலாவே வா செல்லாதே வா என்னாலும் முன் பொன்வானம் நான். സൂപ്പറായിട്ട് പാടി. എല്ലാ ലാംഗ്വേജും അടിപൊളിയായിട്ട് പാടുന്നത് കേട്ടോ. സൂപ്പറായിട്ട് പാടി. എന്നാലും നമുക്ക് സമയം കളയണ്ട. ഫൈനൽ സോങ്ങിലേക്ക് പോവാണ്. 6:50 നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട്. ഓക്കെ, അതിന് മുമ്പ് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ആദ്യമായിട്ടാണ് എന്നൊരു സ്റ്റേജ് കിട്ടുന്നത്. അതിൽ ഇനി നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മളിങ്ങനെ വെച്ച് നമ്മൾ മുന്നോട്ടങ്ങ് പോകും. പിന്നെ ഒരു കാര്യം, എൻ്റെ ഉപ്പാക്ക് ഇങ്ങനെ ഒരു സ്റ്റേജിൽ പാടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറുപ്പം തൊട്ടേ സംഗീതം പഠിക്കാനും അതേമാതിരി സ്വാതിരുന്നാളാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കോളേജിൽ, മ്യൂസിക് കോളേജിൽ. അപ്പോൾ അവിടേക്കൊക്കെ മൂപ്പരാൾ വേറെ എക്സ്ട്രാ ഡ്യൂട്ടിക്കും ചെയ്തിട്ട് അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ എവിടെ എത്താത്ത കാരണം കൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയ കാരണം കൊണ്ട് ഉപ്പ നാട്ടിലുണ്ട് അല്ലേ? അപ്പോൾ ഉപ്പായ്ക്ക് പ്രോഗ്രാമിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക. ഞങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണം പറയുക. എൻ്റെ പ്രത്യേകിച്ച് അന്വേഷണം പറയുക ഉപ്പായോടും ഉമ്മായോടും പിന്നെ ജസ്നയോടും ഒക്കെ അന്വേഷണം പറയുക. സിബ്ലിങ്സ് ഉണ്ട്, ആരാണ് കൂടെ?
ബ്രദേഴ്സ് ഇല്ല, ഇക്കാന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹവും അന്വേഷണവും ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ ഫൈനൽ സോങ്ങിലേക്ക് പോകണം, വൈൻഡപ്പിലേക്ക് പോകണം. നാളെ ഞങ്ങൾ വീണ്ടും 6-7 ലൈവ് വരും പുതിയ അതിഥിയുമായിട്ട്. ഇത് കഴിഞ്ഞിട്ട് 2 ഗസ്റ്റ് ഉണ്ട്, ആരും പോയത്. സ്റ്റേ ട്യൂൺ. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, പറയാം വിശേഷങ്ങളിലേക്ക്. അപ്പോൾ അടുത്ത പാട്ട് പെഹല പെഹല. ഓക്കെ. पहला प्यार है, पहली बार है, पहला प्यार है, पहली बार है। जाने कभी अनजाना कैसा मेरा प्यार है, तेरा पहला प्यार है, पहली बार है। उसकी नजर पलकों की चिलमन से मुझे देखती, उसकी नजर उसकी हया अपनी ही चाहत का कोलती, उसकी हया चुपके करे जो वफा, ये सब मेरा यार है। ओ पहला पहला प्यार है, पहली बार है। वो ही मेरी जिंदगी की बोर है, वो है निशान, उसे है पता, उसके ही हाथों में मेरी डोर है, उसे है पता। सारे जहां से जुदा ऐसा मेरा प्यार है, ओ पहला पहला प्यार है, पहली बार है, पहला पहला प्यार है, पहली बार है। ഇത് രസമെന്നറിയോ മൻസൂറിൻ്റെ പാട്ട് കേൾക്കാൻ? മൻസൂർ പോലും അറിയുന്നില്ല മൻസൂർ എങ്ങനെയാണ് പാടുന്നതെന്നുള്ളത്, അത്ര ഇതായിട്ടുണ്ട്. നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട്, മറ്റാരുമല്ല നമ്മളുടെ ഗുഡ് ഈവനിങ് യുയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 2 ബഡിങ് സ്റ്റാർസാണ്. പേര് ശരത് ആൻഡ് സിദ്ധാർത്ഥ്. മക്കളെ കയറി വരൂ. സിദ്ധാർത്ഥ്, എന്തുണ്ട് വിശേഷം? കേൾക്കുന്നുണ്ടോ?
കേൾക്കാനുണ്ട്. വേറെ ശരത് റെഡിയാണോ? ആ റെഡി. ശരത് എന്തുണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ? ചെന്നൈയിലൊക്കെ സുഖായിരിക്കുന്നു രണ്ടുപേരും? നമസ്കാരം. അതെ, രണ്ടുപേരും ഇപ്പൊ യൂട്യൂബിലൂടെ ഇങ്ങനെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ആൽബം സോങ്സ് ഒക്കെ ഇറക്കി രണ്ടുപേരും. ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് NTVക്ക് അഭിമാനിക്കാം. കാര്യം നിങ്ങളിവിടെ വന്ന് രണ്ടുപേരും ഇവിടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഇനിയും ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തട്ടെ. പുതിയ ഓണപ്പാട്ട് ഒരുപാട് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് രണ്ടുപേരി ശരത്തോ സിദ്ധാർത്ഥോ ആരെങ്കിലും പാടൂ? രണ്ടുപേരോട് ചേർന്ന് പാടൂ, അല്ലെങ്കിൽ രണ്ടുപേരി വീതം പാടൂ. പാടിക്കോളൂ. അതെ, ഓക്കെ. രണ്ടുപേരും ആദ്യം ശരത്ത് പാടൂ, അത് കഴിഞ്ഞ് മോൻ പാടൂ, സിദ്ധാർത്ഥ് പാടൂ. പൊൻചിങ്ങം ചിരി തൂകി നിന്നു നിളതൻ പൂമാനം നിറമാടി നിൻ മലയാള മണ്ണിൻ മനസാകെ ഉണരും മധുരം പകരുന്നോരോണം എന്നും ഹൃദയം കവരുന്നോരോണം. പൊന്നാര്യൻ കാവിലെ പൂങ്കുയിലേ പാടു വള്ളുവനാടൻ ശീലുകളാൽ മാമലനാടിൻ്റെ ചേലുകൾ കാണാൻ ഈ വഴി പോരൂ പൂത്തുമ്പി. ഉത്രാടനാളിൽ ഊഞ്ഞാലിലാടാം നല്ലൊരു വർണ്ണ പുടവ നൽകാം. ഓണനിലാവിൻ ചിറകേറി വന്നാൽ പൂത്തിരുവോണ കളമെഴുതാം പൂത്തിരുവോണ കളമെഴുതാം. പൊൻചിങ്ങം ചിരി തൂകി നിന്നു നിളതൻ പൂമാനം നിറമാടി നിന്നു. നന്നായിട്ട് പാടി രണ്ടുപേരും. എന്താണെങ്കിലും ഇതിന്റെ ലിറിക്സും മ്യൂസിക്കും ഒക്കെ ആരാണ്, പറയുമോ? ഇതിന്റെ സംഗീതം ഓർക്കസ്ട്രയും എല്ലാം ചെയ്തത് സുനിൽ പള്ളിപ്പുറം സാറാണ്. അദ്ദേഹം ഒരു പ്രശസ്തരായ ഒരു വോയിസ് ട്രെയിനർ കൂടിയാണ്. പല സിനിമയിലും അദ്ദേഹം സംഗീതം കൊടുത്തിട്ടുണ്ട്. അത് ശരി. ലിറിക്സ് ആരുടെയാ? ലിറിക്സ് ചെയ്തത് സുനിൽ പ്രഭാകർ. ഓക്കെ. ഇതിന്റെ ഷൂട്ടൊക്കെ എവിടെയാണ്? നല്ല സ്ഥലമായിരുന്നു, വയലും പാടവും ഒക്കെ നമ്മൾ കണ്ടു, കായലും ഒക്കെ കണ്ടു. അത് ഷൂട്ടൊക്കെ എവിടെയായിരുന്നു? ഷൂട്ട് ചെയ്തത് ഒറ്റപ്പാലത്ത് വരിക്കാശ്ശേരി മന, അതും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലാണ് ഷൂട്ട് ചെയ്തത്. അത് ശരി. ഓക്കെ. എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? നന്നായിട്ട് എൻജോയ് ചെയ്തോ രണ്ടുപേരും? ഞാൻ കണ്ടിരുന്നു, അമ്മ പായസം ഉണ്ടാക്കിയിട്ട് കയ്യിലോട്ട് ചൂടോടെ എടുത്ത് ഒഴിച്ചു തരുന്നത് ഞാൻ കണ്ടിരുന്നു. സിദ്ധാർത്ഥാണോ ശരത്താണോ? ശരത്താണോ? സിദ്ധാർത്ഥായിരുന്നു അല്ലേ? എന്താണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല രസമുണ്ട്. എല്ലാവരും യൂട്യൂബിലൂടെ ഈ കുഞ്ഞു മക്കളുടെ പാട്ടുകൾ കേട്ടിട്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ഇവിടെ വന്ന് NTVയിൽ വന്നിട്ട് രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ NTV വഴി നിങ്ങൾ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ആൽബം ആണോ നിങ്ങളുടേത്? അതെ. അപ്പോൾ എല്ലാ ഹൈറ്റ്സിലേക്കും നിങ്ങൾ എത്തട്ടെ രണ്ടുപേരും. ഇനിയും ഒരുപാട് ആൽബത്തിലും സിനിമയിലും ഒക്കെ പാടാൻ ദൈവം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ രണ്ടുപേർക്കും. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ നമുക്ക് ഇത് കഴിയുന്ന ഉടനെ നിങ്ങളുടെ സോങ് പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ അമ്മയോടൊക്കെ അന്വേഷണം പറയാം, അമ്മയോടും അച്ഛനോടൊക്കെ അന്വേഷണം പറയൂ കേട്ടോ. താങ്ക് യു. അപ്പോൾ നമുക്ക് ശരത്തിൻ്റെയും സിദ്ധാർത്ഥും പാടിയ ആ പാട്ടിലേക്ക് പോകാം. ഓണമാണ്, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ. ഈ കുഞ്ഞുമക്കളുടെ പാട്ട് ഇപ്പോൾ അവർ പുറത്തിറങ്ങിയ ആൽബമാണ്. അപ്പോൾ ഈ കുഞ്ഞുമക്കളുടെ പാട്ട് നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ ഗുഡ് ഈവനിങ് എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു മൻസൂർ. താങ്ക് യു സോ മച്ച്. ബൈ.